റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കാൻ അൽബസെറ്റെ പോലുള്ള ഒരു കുഞ്ഞൻ ടീമിനെ സഹായിച്ച 4 ഫാക്ടേഴ്സാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം അൽബസെറ്റയുടെ ഫോർമേഷനാണ്. അവർ ഇന്നലെ കളിച്ചത് ഒരു 5-3-2 ഫോർമേഷനാണ്. അതായത് 3 സെന്റർ ബാക്സ് അവരെ ബോക്സ് കവർ ചെയ്യുന്നു, 3 മിഡ്ഫീൽഡേഴ്സ് സെന്ററിലൂടെയുള്ള ലൈൻസ് കട്ട് ചെയ്യുന്നു, പിന്നെ 2 വിംഗ് ബാക്സ് അവരെ ഫ്ലാങ്ക് കട്ട് ചെയ്യുന്നു. ഇതായിരുന്നു അൽബസെറ്റയുടെ ഗെയിം പ്ലാൻ. അപ്പം റയലിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അവർ ഒരു 4-3-3 കളിച്ചിട്ട് സെൻട്രലിലൂടെ ഓപ്പറേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇന്നലെ 5-3-2 ഫോർമേഷൻ കാരണം അവർക്ക് ഇന്നലെ സെൻട്രലിലൂടെ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം വെല്ലിംഗമിനെ പോലുള്ള ഒരു ക്വാളിറ്റി ക്രിയേറ്റീവ് മിഡ്ഫീൽഡേഴ്സ് അവർക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഇന്നലെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്ങിലോട്ട് ബോൾ കൊടുത്തിട്ട് അവിടുന്ന് അൽബസെറ്റയുടെ ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുകയായിരുന്നു. അൽബസെറ്റയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബ്ലെസ്സിംഗ് ആയിരുന്നു. കാര്യം അവർക്ക് ഏരിയലി സ്ട്രോങ് ആയിട്ടുള്ള സെന്റർ ബാക്സ് ഇന്നലെ അവൈലബിൾ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൺ ദ ബോൾ അൽബസെറ്റയുടെ ഒരു ഫോർമേഷൻ ആയിരുന്നു. അതായത് 5-3-2-ൽ നിന്ന് അവർ ഒരു 3-5-2-ലേക്ക് മാറുകയാണ് ഉണ്ടായത്. റയൽ ഓൾറെഡി പറഞ്ഞല്ലോ 4-3-3 ആണ് കളിച്ചത്. 4-3-3യുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ പ്ലേയേഴ്സ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. അതായത് അവർ ഒത്തിരി സ്ട്രെച്ച്ഡ് ആയിരിക്കും ബിറ്റ്വീൻ ദ പ്ലേയേഴ്സ്. അപ്പം ഇവർക്ക് ഒരുപാട് സ്പേസ് ബിറ്റ്വീൻ ദ പ്ലേയേഴ്സ് ലഭിക്കുകയും അവരത് നന്നായി യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. മൂന്നാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, എല്ലാ ലോ ബ്ലോക്ക് ടീമുകൾക്കും ഉള്ളൊരു ട്രേറ്റ് ഉണ്ടല്ലോ, അതായത് അവരെല്ലാവരും ക്ലിനിക്കലായിരിക്കും. ഇന്നലെ ആൽബസെറ്റെ ഒത്തിരി ക്ലിനിക്കലായിട്ട് കണ്ടു. കാര്യം അവർക്ക് കിട്ടിയ കോർണർ, അതുപോലെ തന്നെ സെറ്റ് പീസ്, അതല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിംഗ്, ഈ 3 ഓപ്പർച്യൂണിറ്റീസിലും ഇന്നലെ അവർ ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, റയൽ മാഡ്രിഡ് തന്നെയാണ്, അല്ലെങ്കിൽ അവരെ കോച്ച് എന്ന് പറയേണ്ടി വരും. അവർ ഇന്നലത്തെ സ്റ്റാർട്ടിംഗ് 11 മോശമായിരുന്നു. അതുപോലെ തന്നെ ആൽബസെറ്റയുടെ ടാക്ടിക്സിനെ മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനോ ഒന്നും ഇന്നലെ കോച്ചിന് പറ്റിയില്ല എന്നുള്ളതും തന്നെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ദ കണ്ടന്റ്. താങ്ക് യു ഗൈസ്.